ഹായ് ഹലോ വെൽക്കം ബാക്ക്. കുറച്ചധികം ദിവസമായിട്ട് എൻ്റെ മോന് മാർബിൾ കേക്ക് കഴിക്കാനൊരു മോഹം കേട്ടോ. അങ്ങനെ ഒരു മാർബിൾ കേക്ക് ഉണ്ടാക്കി. എങ്കിൽ നിങ്ങൾ കൂടി പറഞ്ഞുതരാം അതിൻ്റെ റെസിപ്പി വീഡിയോ. അതിനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അത് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു മുട്ടയുടെ ഉണ്ണി വല്ലാത്തൊരു പോരാളിയാണ് കേട്ടോ. ഒരു വിധത്തിലങ്ങോട്ട് അതിൽ കലങ്ങുന്നുണ്ടായിരുന്നില്ല. നമുക്കിതിനെ മിക്സിയുടെ ജാറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഹൈ സ്പീഡിൽ ഒരു 30 സെക്കൻഡൊക്കെ ഇട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് പതഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് പതഞ്ഞതിന് ശേഷം ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒന്ന് നന്നായിട്ട് വെള്ള കളറാകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് പിന്നെ ഞാനിനി ബീറ്റർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. മിക്സിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം സ്ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുത്ത് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ചേർത്തിട്ട് 2-3 തവണയായിട്ട് ഇതിലേക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുത്ത് കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം. വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ 2 തവണയായിട്ടാണ് ഇതിലേക്ക് മാവ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ബാറ്റർ അത്യാവശ്യം നല്ലൊരു തിക്ക് ബാറ്റർ പോലെയാണ് എന്ന് തോന്നിയത് കൊണ്ട് 1 ടേബിൾ സ്പൂൺ പാലൂടെ ചേർക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതും കൂടി ചേർത്തിട്ട് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളെടുത്ത് ഇതിൻ്റെ പകുതി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി അതിലേക്ക് ചേർത്തതിന് ശേഷമാണ് നമുക്കതിലേക്ക് കൊക്കോ പൗഡർ ചേർക്കേണ്ടത്. ബൗളിലേക്ക് മാറ്റിയ ബാറ്ററിൽ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണേ. ഒരു സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്തത് കൊണ്ട് മിക്സായി കിട്ടാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. എന്നാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷനെ. എന്ന് വെച്ച് ഇതിൽ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇനിയാണ് നമ്മുടെ കരവിരുത് തെളിയിക്കേണ്ടത്. ആദ്യം കുറച്ച് വാനില മിക്സ് ഒഴിക്കുക, പിന്നെ കുറച്ച് ചോക്ലേറ്റ് മിക്സ് ഒഴിക്കുക, വീണ്ടും വാനില മിക്സ് ഒഴിക്കുക, ചോക്ലേറ്റ് മിക്സ് ഒഴിക്കുക. 1-2 തവണ കഴിയുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ പരന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് മാവ് തീരുന്നത് വരെ ഒഴിക്കാവുന്നതാണ്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ എയർ ബബിൾസ് എല്ലാം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പിന്നെയും കരവിരുത് തെളിയിക്കാം. ഒരു സ്ക്യൂറോ എന്തെങ്കിലും വെച്ച് ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത് പോലെ നമുക്കതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പൂവിൻ്റെ ഷേപ്പായി കിട്ടും. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റാണ് ഞാൻ പാത്രം പ്രീ ഹീറ്റ് ചെയ്തത്. ഏറ്റവും വലിയ ബർണറിലാണ് കേട്ടോ വെച്ചത്. ഇനി ഇതിലേക്ക് വെച്ച് അടച്ച് ഒരു വെയിറ്റും വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് കേക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വെക്കുന്ന ബർണറിൻ്റെ ആ ഒരു ചൂടിനൊക്കെ അനുസരിച്ച് സമയം ചിലപ്പോൾ ഒന്ന് വ്യത്യാസം വരും. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. പറ്റി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ മെയ് മാസം എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഈ മെയ് മാസത്തിലെ എല്ലാ കേക്കും അവൾ തന്നെ കട്ട് ചെയ്യും എന്നുള്ള ഒരു നിർബന്ധം ഉള്ളതുകൊണ്ട് അവളാണ് കട്ട് ചെയ്യുന്നത്. ഞാനും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അതിൽ. പക്ഷേ നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. നമുക്കെന്തോ മുറിച്ച് കഴിക്കാൻ തോന്നില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബായ്.